കുജേട്ടാ നമസ്കാരം. നമസ്കാരം. പാക് നാറ്റോ സൗദിയും നമ്മുടെ പാകിസ്ഥാനും കൂടെ ചേർന്ന് രൂപീകരിച്ചിരിക്കുകയാണ്. ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളെ തൊട്ടാൽ സൗദി എത്തും, ആര് തൊട്ടാൽ ഇന്ത്യ തൊട്ടാൽ സൗദി പറന്നെത്തും, പിന്നെ ഇന്ത്യ നോക്കണ്ട എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനോട് റോയിട്ടേഴ്സിൽ ഒരു റിപ്പോർട്ട് ചോദിച്ചു, നിങ്ങളെ ഇന്ത്യ തൊട്ടാൽ സൗദി എത്തും എന്ന് ഉറപ്പാണ്? പാകിസ്ഥാൻ പറഞ്ഞു ഇല്ല, സൗദി വലിഞ്ഞു. കാരണം സൗദി ഇപ്പോ പറയുന്നത് അങ്ങനെ ഒരു ഉറപ്പില്ല. പാകിസ്ഥാൻ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടറിനോട് പറയുന്നത്, അതായത് പാകിസ്ഥാന്റെ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് റിപ്പോർട്ടറിനോട് പറയുന്നത്, ആക്ച്വലി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഈ പാകിസ്ഥാനും സൗദിയും കൂടെ ഒരു കരാർ വെച്ചിരിക്കുന്നത് യുദ്ധത്തിലേക്ക് ഇറങ്ങാനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ഈ കരാർ എന്ന് പറയുന്നത്. ഞങ്ങൾ വളരെ സമാധാനപൂർവ്വമായിട്ട് ജീവിച്ചു പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഈ ചോദ്യം തന്നെ ഇർറെലവന്റ് ആണ് എന്നാണ് പാകിസ്ഥാന്റെ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് ആ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി എന്തായാലും സൗദി അറേബ്യ ഒന്ന് കിടുങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ പല ചോദ്യങ്ങളും സൗദിക്ക് നേരെ വന്നല്ലോ. അതിനിടയിൽ ഈ സൗദി അറേബ്യ ഇസ്രായേലിന് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിന് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഈ അവസരത്തിൽ ഒരു താക്കീത് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനും സൗദിയും കൂടെ കരാർ വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനെ അടിക്കാനാണോ? ഇസ്രായേൽ അത് എങ്ങനെയാണ് കാണുന്നത്? ഇസ്രായേലിന് സൗദി താക്കീത് കൊടുക്കുമ്പോൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എത്ര ധൈര്യം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇസ്രായേലിന് സൗദി താക്കീത് കൊടുക്കാൻ. കാരണം വിജയേട്ടാ അന്ന് പറഞ്ഞു, ഒരു എണ്ണപ്പാടത്തിൽ അടിച്ചാൽ മതി, വർഷങ്ങളോളം നിന്ന് കത്തും. സൗദിക്കാണെങ്കിൽ പാകിസ്ഥാന്റെ ആണവായുധമാണ് സൗദി, അത് കണ്ടിട്ടാണ് സൗദി ഇസ്രായേലിനെ താക്കീത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾ ആണവ കൊട തീർക്കാൻ തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ സൗദിയുടെ കൂടെ കയറി നിൽക്കുന്നത്. ഇത് എങ്ങോട്ടേക്ക് ചെന്നെത്തും? സൗദിയുടെ താക്കീത് ഇസ്രായേൽ എങ്ങനെ എടുക്കും? ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു നാറ്റോ രൂപീകരിച്ചല്ലോ, പാക് നാറ്റോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുറെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ഇന്ത്യ തീർന്നു, ഇന്ത്യയുടെ പണി തീർന്നു, ഇത് അമേരിക്കയുടെ കളിയാണെന്നൊക്കെ പറഞ്ഞു. അന്നും നമ്മൾ ചർച്ച ചെയ്തു, ഇത് അമേരിക്കയുടെ കളിയാണെങ്കിൽ ആത്യന്തികമായി ഇത് തിരിഞ്ഞു കൊത്തുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അതിനുശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സൗദിയുമായി സംസാരിക്കുകയും ഓർമ്മകൾ ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്തു. കാരണം നമ്മൾ തമ്മിലുള്ള സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓർമ്മയുണ്ടാകും. ഇപ്പൊ സൗദി ഇന്ത്യയോട് പറഞ്ഞ ഒരു കാര്യം അന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്, ഇപ്പൊ സത്യമാണെന്ന് തോന്നുന്നത്, റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം, ഞങ്ങൾ ഈ സഖ്യം രൂപീകരിച്ചത് ഇസ്രായേലിനെതിരെയാണ്. അത് ഇസ്രായേലിനെതിരെ നീങ്ങാൻ ഉള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സഖ്യം രൂപീകരിച്ചത്. അല്ലാതെ ഞങ്ങൾ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഒന്നും പോകാൻ വേണ്ടിയിട്ടല്ല. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുള്ള രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗസയിലൊക്കെ ആക്രമണം നടക്കുമ്പോഴും സൗദിയുടെ ഭാഗത്തു നിന്ന് വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്നും ഒരു നിർണായകമായ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ പ്രധാന പോയിന്റ് ഈ വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്കിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ പ്രശ്നവും സോൾവ് ആവും. ഈ വെസ്റ്റ് ബാങ്കിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായി തന്നെ അവിടുത്തെ വിഷയം മാറും, അത് വലിയ സംഘർഷമാകും, ഞങ്ങളത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് അവരെ പ്രേരിപ്പിച്ചൊരു ഘടകം ശ്രീമാൻ ട്രംപിനോടുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം ട്രംപിനെ അവർ കാരണം കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോഴേ സൗദി അറേബ്യക്കെതിരെ ഈ മിലീഷ്യസുകളുടെ ഒരു ഇറാൻ പിന്തുണയുള്ള മിലീഷ്യകളുടെ ഒരു ആക്രമണം വന്നു. അവർ ഒരു എണ്ണപ്പാടത്തിനൊക്കെ തീയിട്ടപ്പം ട്രംപ് വന്ന് അവരെ അടിച്ചു ഓടിക്കുകയൊക്കെ ചെയ്ത് വലിയ ഹീറോ ആയിരുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ ട്രംപിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ട്രംപിന് ഈ ലോകം മുഴുവൻ പിടിച്ചെടുക്കാനും ഒരു മതരാഷ്ട്രമായി അമേരിക്ക വളർത്തിക്കൊണ്ടുവരാനും ഒരു മത ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ അടക്കം ചില ആളുകൾ കിടന്ന് തുള്ളുന്നത്, അത് കണ്ടോണ്ടാണ് തുള്ളുന്നത്. ഇത് ഇന്ത്യയാണ്, അത് മറ്റു രാജ്യങ്ങൾ പോലല്ല. അപ്പൊ ഏതായാലും ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ചിന്ത വളരെ ശക്തമായി തന്നെ മിഡിൽ ഈസ്റ്റിൽ വളർന്നു തുടങ്ങി. കാരണം അതവർ ഗസയിൽ കാണുന്നതാണ്. ഇന്ന് യുദ്ധം തീരുമെന്ന് പറയും, നാളെ ഗസയിൽ കൊണ്ട് ഈ ഇസ്രായേൽ വാരി വലിച്ച് ബോംബിടുന്ന കാഴ്ചയും കാണും. അപ്പൊ എങ്ങും അത് എത്തത്തില്ല എന്നുള്ള കാര്യം അവർക്ക് ഏതാണ്ട് ക്ലിയർ ആയി. കാരണം ഓരോരുത്തർക്കും ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഈ ട്രംപിനെ കൊണ്ട് വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതിന്റെ ഒരു പശ്ചാത്തലം അവർ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകത, പ്രത്യേകിച്ച് ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകത അവർക്ക് തോന്നി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ സഖ്യം രൂപീകരിച്ചത്. അതിന്റെ തുടക്കമെന്ന നിലയിലാണ് ആണവരാജ്യവുമായ പാകിസ്ഥാനുമായിട്ട് ഈ സൗദി ഒരു കരാറിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ സൗദി പരസ്യമായി തന്നെ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. അവർ പറയുന്നത്, നിങ്ങൾ ആ ചുവപ്പ് വര കടക്കരുത്, വെസ്റ്റ് ബാങ്കിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇത് മാറും എന്നുള്ളത്. കാരണം ഇത് ആത്യന്തികമായി സംഭവിക്കേണ്ട ഒരു യുദ്ധമായി തന്നെ ഇതിനു മുമ്പും
ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി വരുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് വെസ്റ്റ് ബാങ്ക് ഇല്ലാതെ ഇസ്രായേൽ പൂർണ്ണമാകുകയുമില്ല. അതാണ് അവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം, വെസ്റ്റ് ബാങ്ക്. എന്തുകൊണ്ട് വെസ്റ്റ് ബാങ്ക് എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് മതങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് വെസ്റ്റ് ബാങ്ക്. ജൂതന്മാരെ സംബന്ധിച്ച് യഹൂദരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്ഥലം ആണ് കിഴക്കൻ ജെറുസലേം എന്ന് പറയുന്ന ജെറുസലേം ന്റെ ഒരു ഭാഗം ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ കിഴക്കൻ ജെറുസലേം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലാണ്. അപ്പൊ അതില്ലാതെ അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ബേദലഹേം ഉൾപ്പെടെയുള്ള ഭാഗം ഇവിടെയാണ്, യേശു ക്രിസ്തു ജനിച്ച ഭാഗം. മുസ്ലിമിനെ സംബന്ധിച്ചും അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അൽ അക്സ മസ്ജിദ് എന്നാണ് പറയുന്നത്. ഈ അൽ അക്സ മസ്ജിദിനകത്തുള്ള പ്രാർത്ഥനയെ ചൊല്ലിയാണ് പലപ്പോഴും അടി നടക്കാറുള്ളത്. അപ്പൊ ഈ മൂന്ന് മതത്തിനും പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് പിടിച്ചെടുക്കുക അനിവാര്യം ആണ്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റൂ, അത് കിട്ടാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്ര രാജ്യം ആക്കാൻ വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയും കൊടുത്തു അവർ സ്വതന്ത്ര. പക്ഷെ ഈ പാലസ്തീൻ പൂർണ്ണമാകണമെങ്കിൽ വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും അതിലുണ്ടാകണം. കാരണം പാലസ്തീന്റെ ഹൃദയഭാഗത്താണ് ഈ വെസ്റ്റ് ബാങ്ക് ഇരിക്കുന്നത്. അപ്പൊ വെസ്റ്റ് ബാങ്കും ഗസയും ഇല്ലാതെ എങ്ങനെയാണ് പാലസ്തീൻ രൂപീകരിക്കുന്നത്? ഇവിടെയാണ് ഈ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും പറഞ്ഞത്, ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഒരു സ്വപ്നം മാത്രമാണ്, അത് നടക്കില്ല എന്ന് പറയാൻ കാരണം ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായില്ലേ. ഗസയും ഈ വെസ്റ്റ് ബാങ്ക് കൂടെ ചേർന്നാലേ പാലസ്തീൻ രാജ്യം പൂർണ്ണമാകുകയുള്ളൂ, സ്വതന്ത്ര രാജ്യമായാലും. വെസ്റ്റ് ബാങ്കും ഗസയും ഇല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദേശമായി മാത്രം നിൽക്കും. കാരണം ജെറുസലേമിനെ സംബന്ധിച്ച് 30 ലക്ഷം ജനസംഖ്യയുണ്ട്. അത് പാലസ്തീനികളുണ്ട്. ഒരു 7 ലക്ഷത്തോളം ഇസ്രായേലികൾ കുടിയേറ്റക്കാരുണ്ട്. ഒപ്പം തന്നെ ഈ ഫലഭൂഷ്ടമായ മണ്ണാണ്, മിനറൽസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ജെറുസലേമിലുണ്ട്. അപ്പം ഇതും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വെസ്റ്റ് ബാങ്ക് കൂടെ പോയി കഴിഞ്ഞാൽ ഈ പലസ്തീനെ സംബന്ധിച്ച് പിന്നെ അവർക്ക് ഒരു രാജ്യം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കേണ്ടതായിട്ടില്ല. ഗസ പോകുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പോയി. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ന്യൂഡൽഹി ആണ് ഹൃദയഭാഗത്ത്, അല്ലെങ്കിൽ ആ ഒരു മധ്യപ്രദേശ് അല്ലെങ്കിൽ മധ്യഭാഗത്ത് കിടക്കുന്ന അതില്ലാതെ പിന്നെ നമുക്ക് എങ്ങനെ അത് പൂർണ്ണമാകാൻ കഴിയും? നമ്മുടെ ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ ഒരു തലയുടെ കുറച്ച് ഭാഗം പോകുമ്പോൾ തന്നെ നാം അനുഭവിക്കുന്ന ഒരു വൈകാരികതയുണ്ട്. അതിനേക്കാൾ വലുതാണ് അവർക്ക്. കാരണം അവരുടെ ഒരു ജനതയെ പൂർണ്ണമായി ഇല്ലാതാക്കും. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അതാണ്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യസ്വപ്നം നടക്കില്ല. അപ്പോൾ ഈ നെതന്യാഹുവിന്റെ കൂടെ ആരൊക്കെയാണുള്ളത്? അമേരിക്ക അടക്കമുള്ള 10 രാജ്യങ്ങൾ, അർജന്റീന അടക്കം. അതാണ് ഈ മെസ്സിയെ ബഹിഷ്കരിക്കുന്നൊക്കെ ഇപ്പൊ ഈ സുഡാപ്പികൾ പറയുന്നില്ലേ. മെസ്സി, ഇനി നിനക്ക് ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല. അപ്പൊ കളിയും കാര്യവും കൂടെ ഒന്നിച്ചാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏത് തന്നെ ആയാലും ഈ പറയുന്ന 10 രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കം പല രാജ്യങ്ങളും പാലസ്തീൻ, സ്വതന്ത്ര പാലസ്തീൻ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യമായ പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ നിലപാട് പണ്ടോട്ടാണ് സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. വെസ്റ്റ് ബാങ്ക് കൂടെ എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ സ്വാഭാവികമായി തന്നെ അവരുടെ യുദ്ധം നിർത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ അവർ ഏറെക്കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഗസ പിടിച്ചെടുത്താൽ പിന്നെ വളരെ എളുപ്പമാണ്, വെസ്റ്റ് ബാങ്കിലേക്ക് അവർ ഏത് നിമിഷവും നീങ്ങിയേക്കാം. ഇത് കണ്ടുകൊണ്ടാണ് സൗദി ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബൈബിളിൽ തന്നെ ഇങ്ങനത്തെ ഒരു യുദ്ധം ഭാവിയിൽ ഇങ്ങനെ നടക്കും, ഇസ്രായേലിനെതിരെ ഒരു വലിയ രാജ്യങ്ങൾ ഒന്നിക്കും എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പറയുന്നുണ്ട്, വെളിപാട് പുസ്തകത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് അവർ 2 സ്ഥലം പറയുന്നുണ്ട്, ഗോഗും മഗോഗ് എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഈ ഗോഗ് എന്ന് പറയുന്നത് നിലവിലത്തെ റഷ്യയാണ് പറയുന്നതെന്നാണ് അതിന്റെ വ്യാഖ്യാനം. മഗോഗ് എന്ന് പറഞ്ഞാൽ റഷ്യയോടൊപ്പം നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണ്. അതിൽ ഇറാന്, തുർക്കി, മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. ഒരുപക്ഷെ അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ ബൈബിൾ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം നിലവിൽ യൂറോപ്യൻ യൂണിയനിലെ തന്നെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മറ്റൊന്ന്, നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ട്. ഇറാന്റെ അടുത്ത പങ്കാളിയാണ് റഷ്യ ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാനുമായി ചേർന്നുകൊണ്ട് ആണവ പദ്ധതികൾ വീണ്ടും അതിന്റെ കരാറുകളൊക്കെ പുതുക്കുകയും ഒപ്പിടുകയും ഒക്കെ ചെയ്തത്. അവർ പറഞ്ഞു ഇനി ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, കാരണം ഞങ്ങളുടെ ആണവോർജ്ജമാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പിന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഒക്കെ പഴയ ആ ഒരു സഖ്യത്തിന്, എബ്രഹാം അക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു കരാറിൽ നിന്ന് പിന്മാറുമെന്നും സൗദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 2020 മറ്റോ ആണ് അമേരിക്കയുടെ സാന്നിധ്യത്തിൽ കരാർ ഒപ്പുവെക്കുന്നത്. ഇസ്രായേലുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, സാങ്കേതികപരമോ വാണിജ്യപരമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. 22 ഇസ്രായേലിന് സൗദി വ്യോമപാത തുറന്നു കൊടുത്തത്. അവരുടെ വിമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുമായിരുന്നു. അപ്പം ഇതെല്ലാം ഇപ്പൊ അവതാളത്തിലായിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ കുറച്ചധികം രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, ഒരു വമ്പനടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പശ്ചിമേഷ്യയും നമ്മൾ നേരത്തെ പറഞ്ഞ ചർച്ചയിനകത്ത് റഷ്യ ഉക്രൈൻ വാറാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങളൊന്നും. വെസ്റ്റ് ബാങ്കിനെ ചൊല്ലിയാണ്. കാരണം വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ 3 മതത്തിനും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനും അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിസ്ത്യൻ മതത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂതമതത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം ഇത് നടക്കുമെന്ന് ബൈബിളിന്റെ പ്രവചനങ്ങളിൽ അല്ലെങ്കിൽ ബൈബിളിന്റെ വചനങ്ങളെ ആഖ്യാനങ്ങളിലൊക്കെ അത്
പലതിലും പറയുന്നുണ്ട്. എനിക്കതിന്റെ ഒരു കൃത്യം, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, അതിൽ ചില ആഖ്യാനങ്ങൾ മാത്രം ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതിനകത്താണ് ഈ പഴയ നിയമവും വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക്, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന പ്രേക്ഷകർക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ ഇങ്ങനെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതേതാണ്ടൊക്കെ ശരിയായിട്ട് വരുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. കാരണം അവർ ഇപ്പം പഴയതുപോലെ ഞാനതാ പറഞ്ഞത്, നമ്മൾ മുമ്പ് ചർച്ചകളിൽ പറയാറുണ്ട്, ജിയോ പൊളിറ്റിക്സ് വളരെ വേഗം മാറി മറിയുകയാണ്, നിമിഷം പ്രതി മാറി മറിയുകയാണ്. ഇപ്പൊ കാണുന്നതല്ല വൈകിട്ട് കാണുന്നില്ല, രാവിലെ കാണുന്നു. കാരണം മിഡിൽ ഈസ്റ്റ് ഒക്കെ ഇങ്ങനെ ട്രംപുമായിട്ട് കുറെ അകൽച്ചയിലേക്ക് വരുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ട്രംപുമായിട്ട്, കാരണം സുഡാപ്പികൾക്ക് പൊതുവെ ട്രംപിനെ പണ്ടുതൊട്ടേ കണ്ടുകൂടാ. അതിന് അനവധി കാരണങ്ങളുണ്ട്. ഇപ്പോ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ കൂടി ട്രംപിൽ നിന്ന് അകലുന്നു. ഇതിനിടയിൽ തുർക്കി ഞെരിപിരി കൊള്ളുകയാണ്. എന്ത് ചെയ്യണം, എവിടെ നിൽക്കണമെന്നറിയില്ല. ഇസ്രായേൽ ഏത് നിമിഷവും ആക്രമിക്കാൻ സാധ്യത, തുർക്കിക്ക് എതിരെ അടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുർക്കിക്ക് സഹായവുമായി ഇറാന് പോകാതിരിക്കാൻ കഴിയില്ല. തുർക്കിക്ക് സഹായവുമായിട്ട് ഇറാൻ പോയി കഴിഞ്ഞാൽ തന്നെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് തിരിയുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഇങ്ങനെ കുറെ അധികം വിഷയങ്ങളുണ്ട്. ഇനി ഇവിടെ കിടക്കുന്ന പാകിസ്ഥാൻ, നമ്മുടെ അതിർത്തി കിടക്കുന്ന പാകിസ്ഥാൻ, ഇനി ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു മുഖ്യ റോള് വഹിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പൊ ഈ കരാറും ഒക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഈ ഇസ്ലാമിക രാജ്യത്തിന്റെ തലപ്പത്തേക്ക് വരിക എന്നൊരു ലക്ഷ്യവും കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം UN ഐക്യരാഷ്ട്രസഭയില് ഒരു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുർക്കി ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ വിഷയം അതിന്റെ ഇത് നടപ്പാക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവന്മാർ കഴിഞ്ഞ തവണ UN മീറ്റിംഗ് ആണ് മിണ്ടിയില്ല ഈ വിഷയം, ജമ്മു കാശ്മീർ വിഷയം. അത് മിണ്ടാതിരിക്കാൻ ഒരു കാരണം എന്താ വെച്ചാൽ, ഈ ബ്രിക്സിലേക്ക് ഇവന്മാർ അപേക്ഷ കൊടുത്തിരുന്നു. കാരണം ബ്രിക്സിലെ ഒരു മെയിൻ രാജ്യം ഇന്ത്യ ആണല്ലോ, ഇന്ത്യ തീരുമാനിക്കണമല്ലോ ഇവന്മാരെ കയറ്റണോ വേണ്ട. കയറ്റിയിട്ടില്ല, കയറ്റണമെന്നും പറഞ്ഞിട്ട് അവന്മാർ അപേക്ഷ കൊടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് നീക്കമൊക്കെ ഒന്നും ഉണ്ടാകാതെ തുർക്കിക്ക് മനസ്സിലായി ഇനിയിപ്പം ഞാൻ മിണ്ടായിരുന്നിട്ട് കാര്യം. അപ്പൊ അതുകൊണ്ടാണ് അന്നത് മിണ്ടാതിരുന്നത്. എല്ലാത്തിലും ഉണ്ടല്ലോ, നാറ്റോയിലുണ്ട്, മറ്റേ G7-ലുണ്ടെന്ന് തോന്നുന്നു. ഈ ഇപ്പൊ ബ്രിക്സിലും കയറാനുള്ള പരിപാടിയാണോ? ബ്രിക്സ് കയറാനായിട്ട് നേരത്തെ അപേക്ഷ കൊടുത്തിരുന്ന, തുർക്കിയുടെ അപേക്ഷ പരിഗണിച്ചില്ല, അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഈ കാശ്മീർ വിഷയം മിണ്ടിയിട്ടില്ല UN നിന്നും. ഇപ്പൊ വീണ്ടും വന്നിട്ട് അതിന്റെ അർത്ഥം അപേക്ഷ തള്ളിയെന്നായിരിക്കുമല്ലോ അതിന്റെ അർത്ഥം. ഇനി അവിടെ ചെന്ന് മുട്ടിയിട്ട് കാര്യമില്ല, അമാരെ സൂപ്പിച്ചിട്ട് കാര്യമില്ലെന്നാണ്. പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയും ചൈനയും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുർക്കിയാ. അവർക്ക് അങ്ങനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചകളിലും പറഞ്ഞത്, ഇസ്രായേൽ തുർക്കിക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒരു കുന്തവും ചെയ്യില്ല. കാരണം അമേരിക്കയോടൊപ്പവും നാറ്റോടൊപ്പവും ഒക്കെ അത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നേരെ റഷ്യയുടെ കയ്യിൽ നിന്നും ഇറാനിന്റെ വിമതന്മാർക്ക് ആയുധങ്ങൾ എത്തിക്കുക, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുക, റഷ്യയുമായിട്ട് ചർച്ച നടത്തുക, ഇതൊക്കെയാണ് അളിയന്മാരുടെ ഹോബികൾ. അപ്പൊ സ്വാഭാവികമായിട്ട് അമേരിക്ക ഒന്ന് കണ്ണടച്ചാൽ മതിയല്ലോ, കിട്ടുന്ന കിട്ടിക്കോട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ സാധനം. അപ്പോ ഇതാണ് അതിന്റെ ഒരു റൂട്ട് കിടക്കുന്നത്. അല്ലാതെ നാറ്റോ രാജ്യമായ തുർക്കിയെ ഇസ്രായേൽ തൊട്ടാ ഇസ്രായേലിനെ മുക്കിക്കയറ്റത്തൊന്നുമില്ല അമേരിക്ക. ഇസ്രായേലിനെ വിട്ടിട്ട് അമേരിക്കക്ക് ഒരു കളിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തുർക്കി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് രണ്ടടി കിട്ടിക്കോട്ടെ എന്നാണ്. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന മറ്റൊരു വലിയ വാർത്ത കൂടിയുണ്ട്. ഈ മാൾഡോവ ദ്വീപ് പിടിച്ചെടുക്കാനായിട്ട് നാറ്റോ ശ്രമിക്കുന്നു. കാരണം അവിടുത്തെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയും കൂടി ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ലോകത്ത് നടക്കുന്ന വിവിധ കലാപങ്ങൾക്ക് പിന്നിൽ ഈ അമേരിക്കയുടെ പിന്തുണയിൽ ഭരിക്കുന്ന രാജ്യങ്ങളിലെ കലാപത്തിന് പിന്നിൽ റഷ്യയുടെ ചാരസംഘടനയാണ് എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പതുക്കെ, അതായത് അമേരിക്കൻ ചായ്വുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പതുക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരുന്നത്. ഇനി ഇസ്രയേലിന്റെ ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് ഇപ്പൊ തുർക്കിയിൽ ഈ വിഷയങ്ങളൊക്കെ, ഇപ്പൊ തുർക്കി വലിയ പ്രക്ഷോഭം നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത. അതായത് അമേരിക്ക മാത്രമല്ല ഡീപ് സ്റ്റേറ്റ്, റഷ്യയും ഡീപ് സ്റ്റേറ്റിനെ ഇറക്കി. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ചൈനയും ഒക്കെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരാണ്. അങ്ങനെ ഡീപ് സ്റ്റേറ്റിനെ ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുറെ രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പം ജപ്പാൻ, അവിടെ ഒരു ഇസ്ലാമിക റവല്യൂഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രക്ഷോഭം നടക്കാനതിന്റെ എല്ലാ വക്കിലും എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ അമേരിക്കൻ പക്ഷപാതത്തിലേക്ക് നിൽക്കുന്ന രാജ്യങ്ങളിലുമൊക്കെ പോലും, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഇതിന്റെയൊക്കെ പിന്നെ റഷ്യയുടെ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നാണ് മറ്റൊരു വാദഗതി ഉയരുന്നത്. ഏതായാലും ഇന്ത്യയുടെ പേരാകെ ലോകത്ത് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം കാനഡ മാത്രമാണ്. അവന്മാരുടെ ഡീപ് സ്റ്റേറ്റ് ആണ് ഞങ്ങളുടെ രാജ്യത്തെ തകർക്കുന്നത്. ഇന്ത്യ, റഷ്യ, ചൈന ഇവർ മൂന്നും കൂടാണ് ഞങ്ങളുടെ രാജ്യത്തിൽ ചാരശൃംഖല പണിയുന്നതും ഞങ്ങളുടെ രാജ്യത്തെ തകർക്കുന്ന അവരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം കാനഡ മാത്രമേ ഉള്ളൂ. വേറെ രാജ്യങ്ങളൊന്നും ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റ് എങ്ങും വർക്ക് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇതാണ് ഇപ്പൊ പശ്ചിമേഷ്യയുടെ ഒരു കളം മാറുന്നു. ഒരുപക്ഷെ സൗദി കൂടി രംഗത്ത് വരികയും വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ എന്തെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്താൽ നമ്മൾ പറയുന്ന പോലെ ഇസ്രായേൽ സംഘർഷം പോലെ ആയിരിക്കില്ല. അത് വളരെ രക്തരൂഷിതമായ ഒരു വലിയ യുദ്ധം തന്നെയാകും. അത് അമേരിക്കയുടെ കൺട്രോൾ നിൽക്കുമോ എന്നറിയില്ല. ഏതായാലും അമേരിക്കയുടെ ഈ നളിനങ്ങളൊക്കെ ഇപ്പോൾ തീരാനുള്ള സാധ്യതകൾ വളരെ കൂടുകയാണ്. കാരണം ഈ യുദ്ധം പല വഴിക്ക്, റഷ്യ, ഉക്രൈൻ, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം,
ചൈന, തായ്വാൻ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ട്രംപിന് എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതായത് ഈ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്നതിനേക്കാളും വലിയൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്.